ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബിങ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ബിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിപ്റ്റോ കറൻസി നമ്മൾ ടെലഗ്രാം ഒക്കെ യൂസ് ചെയ്ത് കുറേ ക്രിപ്റ്റോ കറൻസീസ് മൈൻ ചെയ്യുന്നുണ്ട് അല്ലേ, കുറേ ക്രിപ്റ്റോ കറൻസീസ് ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിഡ്രോവൽ വരുമ്പോൾ നമുക്ക് ലിസ്റ്റ് ചെയ്താൽ സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും ഒക്കെ ഒരു പ്ലാറ്റ്ഫോം വേണം. നമുക്ക് ക്രിപ്റ്റോ കറൻസിയാണ് നമ്മളെ വാലറ്റിലേക്ക് കിട്ടുക. ആ വാലറ്റിൽ നിന്ന് നമ്മൾ ഈ ഒരു ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിലേക്ക് ബൈബിറ്റ്, ബൈനാൻസ്, ബിങ് അങ്ങനെ കുറേ എക്സ്ചേഞ്ചസ് ഉണ്ട്. ഏതിലേക്കെങ്കിലും സെൻഡ് ചെയ്തിട്ട് അവിടെ നമ്മൾ സെല്ല് ചെയ്താലാണ് നമുക്കത് പൈസ ആയിട്ട് കിട്ടുക. ആ പൈസയാണ് നമ്മൾ അക്കൗണ്ടിലേക്ക് വിഡ്രോ അടിക്കുക. അപ്പോൾ അതൊന്നും കൺഫ്യൂഷൻ ആവേണ്ട. അതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ള ഓരോ വിഡ്രോയിൽ വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടും. ഓരോന്നും എങ്ങനെ വിഡ്രോ അടിക്കണം, എങ്ങനെ അക്കൗണ്ടിലേക്ക് ക്യാഷ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഹാംസ്റ്റർ കോമ്പാറ്റ് ആണെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ വാലറ്റിൽ നിന്ന് വേണം നമ്മൾ ഇങ്ങോട്ട് സെൻഡ് ചെയ്യാൻ. അതൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം അക്കൗണ്ടൊക്കെ സെറ്റപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് വെക്കരുത്. ബിങ് പ്രത്യേകിച്ച് പറയാൻ കാരണം, ഇപ്പോൾ നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിനായിട്ടുള്ളൊരു ക്രിപ്റ്റോ കറൻസിയാണ് ഹാംസ്റ്റർ കോമ്പാറ്റ്. ബിങ് വരാൻ പോകുന്നത് എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഒഫീഷ്യൽ പാർട്ണറും ബിങ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് തന്നെയാണ്. അപ്പോൾ ഇതിലെങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അക്കൗണ്ട് എന്തായാലും ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഒരു 90% ചാൻസും ക്രിപ്റ്റോ കറൻസി, ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ഇതിലാണ് ഫസ്റ്റ് ലിസ്റ്റ് ആവാനുള്ള ചാൻസ്. അപ്പോൾ നിങ്ങൾ ബൈബിറ്റൊക്കെ തന്നെ കയ്യിൽ വെച്ചോളൂ. ബൈബിറ്റൊക്കെ തന്നെ ലിസ്റ്റ് ആവും. ഇതിൽ 90% ഉറപ്പെന്നുള്ളൂ ആദ്യം വരാൻ. ബൈബിറ്റിൽ വരില്ല എന്നല്ല അതിൻ്റെ അർത്ഥം, ബൈബിറ്റിലും വരും. ഓക്കെ, ഫസ്റ്റ് വരെ ഇതിലായിരിക്കും. ചിലപ്പോൾ ഇത് കഴിഞ്ഞ് ഒരു ദിവസമോ 2 ദിവസമോ കഴിയുമ്പോൾ ബൈബിറ്റിലും ബാക്കിയുള്ള നോൺ KYC എക്സ്ചേഞ്ചസിലൊക്കെ വരും. ഇതൊരു KYC എക്സ്ചേഞ്ച് ആണ്. നിങ്ങൾക്ക് ID കാർഡോ പാസ്പോർട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാദ്യം തന്നെ ഞാൻ പറയുകയാണ്. ID കാർഡോ പാസ്പോർട്ടോ ഉള്ളവർ തുടർന്ന് ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഇല്ലാത്തവർ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട. നിങ്ങൾക്ക് നോൺ KYC എക്സ്ചേഞ്ചിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതിലും ഹാംസ്റ്റർ കോമ്പാറ്റ് വരും. ഓക്കെ, 1-2 ദിവസം ഡിലേ ആവുമെന്നുള്ളൂ. അപ്പോൾ ഇനി പറഞ്ഞ് ഡിലേ ആക്കുന്നില്ല, നേരെ നമ്മൾ വീഡിയോയിലോട്ട് പോവുകയാണ്. ഓക്കെ, നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സൈറ്റിലേക്ക് വരും ബിങ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഡൗൺലോഡ് ആപ്പ് ആദ്യം തന്നെ ചെയ്യരുത്. ഇവിടുന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഇമെയിലും ഫോണും യൂസ് ചെയ്യുക. ഈ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്യരുത്. ഫോൺ നമ്പറിനെക്കാട്ട് ഏറ്റവും ബെസ്റ്റ് ഇമെയിലാണ്. ഞാൻ പറയുന്നത് എന്തുകൊണ്ടും റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന ഇമെയിൽ വെച്ച് ക്രിയേറ്റ് ചെയ്യാനാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഇമെയിൽ ID അതുപോലെ തന്നെ ഈ ബിങ് വേണ്ടിയിട്ട് ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഏതൊരു ഇമെയിൽ ID ആയാലും മതി, സേഫാണ്. ഇന്ത്യയിലെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് രജിസ്റ്റേർഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എക്സ്ചേഞ്ചാണ് ബിങ് ഓക്കെ, അപ്പോൾ സേഫ്റ്റി പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ലിങ്കിലൂടെ വന്നാൽ 5000 USD വേർത്തായിട്ടുള്ള റിവാർഡ്സും കാര്യങ്ങളൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ ഫസ്റ്റ് ട്രേഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. ഫസ്റ്റ് ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ക്രിപ്റ്റോ വിഡ്രോ അടിച്ച് ഈ ബിങ് ആക്കി ഇവിടുന്ന് സെല്ല് ചെയ്തിട്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ ക്യാഷ് എടുക്കും. അപ്പോൾ അതിനൊപ്പം ബിങ് വക ഒരു ബോണസ് ഗിഫ്റ്റ് നമുക്ക് കിട്ടുന്നതാണ് എൻ്റെ ലിങ്ക് വഴി ക്രിയേറ്റ് ചെയ്താൽ. അപ്പോൾ അതെങ്ങനെ ബിങ് സെൻഡ് ചെയ്യാം, ബിങ് എങ്ങനെ സെല്ല് ചെയ്യാം, ബിങ് എങ്ങനെ അക്കൗണ്ടിലേക്ക് ക്യാഷ് എടുക്കാം, ഇതൊക്കെ നമ്മളുടെ ഹാംസ്റ്റർ കോമ്പാറ്റോ അല്ലെങ്കിൽ നമ്മൾ മൈൻ ചെയ്യുന്ന ഏത് ക്രിപ്റ്റോ ആണോ അത് വിഡ്രോ കിട്ടുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. എങ്ങനെ വാലറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യാം, എങ്ങനെ വാലറ്റിലേക്ക് വിഡ്രോ അടിക്കാം, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ട് വീഡിയോ നമ്മൾ ചെയ്യും. അപ്പോൾ അത് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും എത്തുക. ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങളിവിടെ ഒരു ഇമെയിലും അതിന് വേണ്ടി ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഒരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതിനൊരു പാസ്വേഡും അടിച്ചു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ റെഫറൽ കോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെഫറൽ കോഡ് കാണാൻ പറ്റും, MXURAW. ഈ ഒരു കോഡ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ ലിങ്ക് വഴി കയറിയേ വരും. ഇനി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ MXURAW എന്ന് പറയുന്ന കോഡ് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ അടിച്ചു കൊടുക്കുക. എങ്കിലായിരിക്കും നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുക. അതിനുശേഷം ഇവിടെ ക്ലെയിം റിവാർഡ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെരിഫൈ ആവുന്നുണ്ട്. വെരിഫൈ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ സേവ് ആയി. ഇനി നിങ്ങളുടെ കൊടുത്ത മെയിൽ IDയിലേക്ക് ഒരു OTP വരും. OTP നിങ്ങളുടെ മെയിലിലേക്ക് വന്നിട്ടുണ്ടാവും. ഇനി അഥവാ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റീസെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ 52 സെക്കൻഡ് ഓടുന്നുണ്ട്. 52 സെക്കൻഡ് കഴിഞ്ഞാൽ ഒന്നും കൂടി സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. റീസെൻഡ് ക്ലിക്ക് ചെയ്യുക. അഥവാ വന്നിട്ടുണ്ടെങ്കിൽ ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾ സ്പാം ഫോൾഡറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, മെയിലിൽ അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ എൻ്റെ കോഡ് എൻ്റർ ചെയ്തു. എന്നിട്ട് ക്ലെയിം റിവാർഡ് ക്ലിക്ക് ചെയ്യുക. ക്ലെയിം റിവാർഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. P2P കാര്യങ്ങളെല്ലാം തന്നെ സെറ്റാവും. ആ വെരിഫിക്കേഷൻ്റെ ഒരു കാര്യമുണ്ട്, അതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായി, കൺഗ്രാജുലേഷൻ ഓൺ സക്സസ്ഫുൾ സൈനപ്പ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം ഡൗൺലോഡ് ആപ്പ് ടു വ്യൂ 5125 പ്ലസ് റിവാർഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ റിവാർഡ്സ് കിട്ടിയെന്നൊക്കെ അറിയാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഡൗൺലോഡ് ആപ്പ് ടു വ്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര റിവാർഡ്സ് കിട്ടിയെന്നൊക്കെ അറിയാനും പറ്റും. ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് APK വേണോ ഗൂഗിൾ പ്ലേ സ്റ്റോർ വേണോ എന്ന് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് iOS-ലാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ഉണ്ടാവാനാണ് സാധ്യത. കാരണം ഇത് ഇന്ത്യയിൽ ബാൻഡ് ഒന്നല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. iOS-ൽ APK ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളൊരു ആൻഡ്രോയിഡ് ഡിവൈസ് യൂസ് ചെയ്യുക, അതേ ചെയ്യാനുള്ളൂ. iOS-ൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം ആക്കുക. ഞാനിതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ പ്ലേ സ്റ്റോർ ചൂസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറോ APK ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നുണ്ട്.
പ്ലേ സ്റ്റോറിലേക്ക് പോയി അതിനുശേഷം 60 MB ഉള്ളൊരു BingX ട്രേഡ് BTC ബൈ ക്രിപ്റ്റോ എന്ന് പറയുന്ന ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സൈനപ്പ് ചെയ്യണോ ലോഗിൻ ചെയ്യണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരത്തെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്ത മെയിൽ ID ഇവിടെ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് ഇവിടെ ചോദിക്കും. സൈറ്റിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു പാസ്വേഡ് ഉണ്ടല്ലോ, അതും കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മെയിൽ ID പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാപ്ച കാര്യങ്ങൾ എന്തെങ്കിലും വരും. ഇപ്പോൾ ഒരു സ്റ്റാറാണ് എനിക്ക് പസിൽ സോൾവ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പസിൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ മെയിൽ IDയിലേക്ക് ഒരു OTP പോകും. നേരത്തെ പോലെ തന്നെ നമ്മൾ കൊടുത്ത മെയിലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP എന്താണെന്ന് കറക്റ്റായിട്ട് നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ OTP എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു പേജിലേക്ക് വരും. ഇവിടെ എനേബിൾ പാസ് കീ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അതായത് നമ്മളൊരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനാണ്. ഇപ്പോൾ മെയിലിലേക്ക് OTP വരണം എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് എനേബിൾ ക്ലിക്ക് ചെയ്യുക. എനേബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മെയിൽ ID സെലക്ട് ആയിട്ടുണ്ടാകും. സെലക്ട് ആയിട്ടില്ലെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ മെയിൽ ID ടിക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ബെസ്റ്റ് ബാക്ക് പോവുക. ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട വെരിഫിക്കേഷനാണ്. വെരിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് പറയാനുണ്ട്. അപ്പോൾ വെരിഫിക്കേഷൻ ഇല്ലാതെ പറ്റില്ല എന്ന ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് PTB ട്രേഡിങ് കാര്യങ്ങളൊക്കെ തന്നെ എനേബിൾ ആവുക. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഇല്ല, 18 വയസ്സാവാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ നിന്ന് ക്രിപ്റ്റോ അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ KYC കംപ്ലീറ്റ് ചെയ്യേണ്ട. P2P ട്രേഡിങ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ വെരിഫിക്കേഷൻ മസ്റ്റാണ്. അതുപോലെ തന്നെ P2P ചെയ്താൽ നമ്മളിപ്പോൾ മൈൻ ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസീസ് ഹാംസ്റ്റർ കോമ്പാറ്റൊക്കെ മൈൻ ചെയ്തെടുത്തിട്ട് നമ്മളത് ഇവിടെ കൊണ്ടുവന്ന് സെല്ല് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ വാലറ്റ് നമ്മൾ BingXലേക്ക് സെൻഡ് ചെയ്യും. അവിടെ നിന്നാണ് സെല്ല് ചെയ്യുക. അതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ഹാംസ്റ്റർ കോമ്പാറ്റ് വിഡ്രോ വന്നതിന് ശേഷം വീഡിയോ ചെയ്യും. അപ്പോൾ അത് കിട്ടാനായിട്ട് സബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക, വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ചെയ്താലേ ഇവിടുന്ന് സെല്ല് ചെയ്ത ക്യാഷ് ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ BingX എന്ന് പറയുന്ന നോൺ KYC എക്സ്ചേഞ്ച് അല്ല, KYC എക്സ്ചേഞ്ച് തന്നെയാണ്. അപ്പോൾ KYC ചെയ്താലേ പറ്റുള്ളൂ. വെരിഫിക്കേഷൻ മസ്റ്റാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ക്രിപ്റ്റോ സെല്ല് ചെയ്ത് വേണമെങ്കിൽ ഇവിടെ വാലറ്റിലേക്ക് നിങ്ങളുടെ പൈസ വെക്കാം. അക്കൗണ്ടിലേക്ക് എടുക്കാൻ പറ്റില്ല. BingXൻ്റെ വാലറ്റിൽ ഉണ്ടാവും. വാലറ്റിൽ നിന്ന് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് പിൻവലിക്കണമെങ്കിൽ നിങ്ങൾ KYC ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ ഒന്നെങ്കിൽ KYC ചെയ്യുക നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെങ്കിലും ID വെച്ചിട്ട്, അല്ലെങ്കിൽ നോൺ KYC എക്സ്ചേഞ്ചിൻ്റെ വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട്. അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇതിലാണ് ഫസ്റ്റ് ലിസ്റ്റ് ആവുക എന്നാണ് ഇപ്പോഴത്തെ ന്യൂസ് വരുന്നത്, ഹാംസ്റ്റർ കോമ്പാറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റ് ലിസ്റ്റ് ആവുന്നത് ഏതിലാണ് എന്ന് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഈ BingXൻ്റെ വന്നത്. അതിൽ നോൺ KYC എക്സ്ചേഞ്ച് ലിസ്റ്റ് ആവില്ല എന്ന് ഞാൻ പറയുന്നില്ല, ആവും. പക്ഷേ ഇതിലാണ് ഫസ്റ്റ് ആവുക. ഫസ്റ്റ് ലിസ്റ്റ് ആവുന്ന BingXലാണെന്നേ ഉള്ളൂ. നിങ്ങൾ വിഷമിക്കേണ്ട, അതിലാവും. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നോൺ KYC എക്സ്ചേഞ്ചിലും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ആവും. അപ്പോൾ വെരിഫിക്കേഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ പ്രൊഫൈൽ ഐക്കൺ കാണാം. ടോപ്പ് ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെറ്റിങ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ അൺവെരിഫൈഡ് ആണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. വെരിഫൈ നോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഐ ആം എ റെസിഡൻറ്റ് ഓർ ലിവ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അതർ കൺട്രീസ് ഉണ്ട്. നമ്മൾ അതർ കൺട്രിയാണ്, ഇന്ത്യയാണ്. അതുകൊണ്ട് അതർ കൺട്രി സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഒരു ഡോക്യുമെൻറ്റ് വേണം, അതുപോലെ തന്നെ സെൽഫി എടുക്കണം. ഈ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 2 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്യേണ്ട കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്യുക. അതിനുശേഷം പാസ്പോർട്ടും ID കാർഡും മാത്രമാണ് ഇവിടെ പറ്റുന്നത്. നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ടോ ID കാർഡോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഫോട്ടോ എടുത്തു കൊടുക്കുക. ഏത് ID ആണ് സപ്പോർട്ട് ആവുന്നത് എനിക്കറിയില്ല, ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ വെരിഫിക്കേഷൻ ഇപ്പോഴാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ തൽക്കാലം വോട്ടർ ID ആണ് കൊടുക്കുന്നത്. വോട്ടർ ID ഉള്ള എല്ലാവരും വോട്ടർ ID തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ആധാർ സെറ്റ് വർക്കാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. ID കാർഡ് എന്നാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ആധാറിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ കൊടുക്കുന്ന വോട്ടർ ID ആണ്. വോട്ടർ ID ഉള്ളവർ വോട്ടർ ID തന്നെ മസ്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം വോട്ടർ ID ഇല്ലാത്ത ആൾക്കാർ ആധാറും ലൈസൻസും വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. വെരിഫൈ ആവോ എന്നുള്ളത് എനിക്കറിയില്ല, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾ വെറുതെ വേറെ വോട്ടർ ID ഇല്ലാത്ത വേറെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വെരിഫിക്കേഷൻ്റെ ടൈം കുറച്ച് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ അറിയുള്ളൂ വെരിഫൈ ആയോ ഇല്ലേ എന്നുള്ളത്. ഞാനിപ്പോൾ തൽക്കാലം വോട്ടർ ID തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, അവിടെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് രണ്ടും അണ്ടർ റിവ്യൂ ആണ്. 2 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആവുമെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആവുക എന്നുള്ളത് അറിയില്ല. എന്തായാലും ഞാനിവിടെ 2ഉം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ID കാർഡ് വോട്ടർ IDയുടെ ഫോട്ടോ എടുത്തു, 2 സൈഡും ബാക്കും ഫ്രണ്ടും എടുത്തു. അതുപോലെ തന്നെ ഒരു സെൽഫിയും അവർ ചോദിച്ചു, സെൽഫി എടുത്തു. അതിനുശേഷം ഇവിടെ വെരിഫിക്കേഷൻ ആവുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം 2 മിനിറ്റ് കൊണ്ട് ആവുമോ എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ബാക്ക് വന്നപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻഡിവിജ്വൽ വെരിഫിക്കേഷൻ അണ്ടർ റിവ്യൂ എന്നാണ്. ദ റിവ്യൂ വിൽ കംപ്ലീറ്റ് ഇൻ 1 to 5 വർക്കിംഗ് ഡേയ്സ്. 1 ദിവസം തൊട്ട് 5 ദിവസം വരെയുള്ള വർക്കിംഗ് ഡേയ്സിൽ കംപ്ലീറ്റ് ആവുന്നു. ഓക്കെ, ഞാൻ എൻ്റെ വോട്ടർ ID സബ്മിറ്റ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വെരിഫിക്കേഷനിൽ വെരിഫൈഡ് എന്ന് വന്നിട്ടുണ്ട്. എൻ്റെ ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, ഡെയിലി വിഡ്രോവൽ ലിമിറ്റ് ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വോട്ടർ ID കൊടുത്തിട്ട് വെരിഫൈ ചെയ്യുക. ഓക്കെ, ഞാൻ വോട്ടർ ID ആണ് കൊടുത്തത്. വോട്ടർ ID ഇല്ലാത്തവർ ആധാർ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെരിഫൈ ആവോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇതിൽ ആധാറിൻ്റെ ഓപ്ഷൻ ഇല്ല, വോട്ടർ ID മാത്രമാണ് ഉള്ളത്. പിന്നെ പാസ്പോർട്ടും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആധാർ അല്ല ചെയ്തത്, ഞാൻ വോട്ടർ ID ആണ് ചെയ്തത്. നിങ്ങൾ വോട്ടർ ID ഇല്ലാത്തവർ ആധാർ വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വെരിഫൈ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ടർ ID നിർബന്ധമാണ്. അപ്പോൾ
അപ്പോൾ നിങ്ങൾ അതില്ലാത്തവർ വെരിഫൈ ചെയ്യാൻ പറ്റാത്തവർ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ബൈബിറ്റിൽ അതുപോലെ തന്നെ നോൺ KYC എക്സ്ചേഞ്ച് MEXയിലൊക്കെ വരും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അക്കൗണ്ട് ഇത്രയും ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ബാക്കി എങ്ങനെ വാലറ്റിൽ നിന്ന് ഇതിലേക്ക് സെൻഡ് ചെയ്യാം, ഇതിൽ നിന്ന് എങ്ങനെ സെല്ല് ചെയ്തിട്ട് ക്യാഷ് എങ്ങനെ അക്കൗണ്ടിലേക്ക് എടുക്കാം, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമ്മളുടെ വിഡ്രോ കിട്ടുമ്പോൾ, നമ്മളുടെ ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്യുന്നത് വിഡ്രോവലാകുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടാനായിട്ട് ടെലഗ്രാം ചാനൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഫസ്റ്റ് അപ്ഡേറ്റ്സ് അവിടെയാണ് വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളത് വീഡിയോ. സബിയാത്തൊരു സബിയ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം ഇത് ഉപകാരപ്പെടുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.